തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കെ പശ്ചിമബംഗാളിൽ കേന്ദ്ര ഏജൻസികളും തൃണമൂൽ സർക്കാരും തമ്മിൽ തുറന്ന പോര്. ഐപാക് ഓഫീസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയ റെയ്ഡാണ് പുതിയ ഏറ്റുമുട്ടലിന് വഴിവെച്ചിരിക്കുന്നത്. റെയ്ഡ് തടസ്സപ്പെടുത്താൻ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ നേതൃത്വത്തിൽ ശ്രമം നടന്നു എന്ന് ചൂണ്ടിക്കാട്ടി ഇഡി ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. അതേസമയം കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ വികൃതിയാണ് ഇപ്പോൾ കാണുന്നതെന്ന് മമത പരിഹസിച്ചു. സംസ്ഥാന വ്യാപകമായി TMC പ്രതിഷേധം സംഘടിപ്പിച്ചിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ BJP തൃണമൂൽ പോര് പശ്ചിമബംഗാളിൽ കൂടുതൽ ശക്തമാവുകയാണ്. ഐപാക് ഓഫീസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയ റെയ്ഡാണ് ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്ക് കാരണം. തൃണമൂൽ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് കാര്യങ്ങൾ നോക്കുന്ന ഇന്ത്യൻ പൊളിറ്റിക്കൽ ആക്ഷൻ കമ്മിറ്റി ഓഫീസിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് നടത്തിയത്. എന്നാൽ റെയ്ഡ് നടക്കുന്നതിനിടയിൽ തന്നെ മുഖ്യമന്ത്രിയും അനുയായികളും എത്തി. ചില രേഖകളും മറ്റും എടുത്തു മടങ്ങിയതോടെയാണ് രാഷ്ട്രീയ വിവാദവും നിയമപോരാട്ടവും വീണ്ടും ആരംഭിച്ചത്. പരിശോധന തടസ്സപ്പെടുത്താൻ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നീക്കം നടന്നുവെന്നും രേഖകൾ കൊണ്ടുപോയെന്നും ചൂണ്ടിക്കാട്ടി ഇഡി ഹൈക്കോടതിയെ സമീപിച്ചു. ഐപാക് ഓഫീസിലും സ്ഥാപന മേധാവി പ്രദീപ് ബാനർജിയുടെ വീട്ടിലുമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇന്നലെ വൈകിട്ട് പരിശോധന നടത്തിയത്. ഖനന തട്ടിപ്പിന്റെ ഭാഗമായി കള്ളപ്പണ ഇടപാട് നടന്നു എന്നതാണ് ഇഡി കേസിന് ആധാരം. എന്നാൽ 2020 എടുത്ത കേസിലാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത്. ഡൽഹിയിലും പശ്ചിമ ബംഗാളിലുമായി 10 ഇടത്താണ് എൻഫോഴ്സ്മെന്റ് പരിശോധന നടത്തിയത്. അതേസമയം തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുവാനുള്ള നീക്കത്തിന്റെ ഭാഗമായാണ് പരിശോധനയെന്ന് തൃണമൂൽ ആരോപിക്കുന്നു. സ്ഥാനാർത്ഥി പട്ടിക ഉൾപ്പെടെ പിടിച്ചെടുക്കാനാണ് ഇഡി ഉപയോഗിക്കുന്നതെന്ന് മമത കുറ്റപ്പെടുത്തി. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട രേഖകൾ മാത്രമാണ് എടുത്തതെന്നും അവർ വ്യക്തമാക്കുന്നു. പരിശോധനയിൽ പ്രതിഷേധിച്ച് സംസ്ഥാന വ്യാപക പ്രതിഷേധമാണ് തൃണമൂൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരം പരിശോധനകൾ BJPയുടെ രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമാണെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ വികൃതിയാണ് ഇതിന് പിന്നിലെന്നും മമതാ ബാനർജി പരിഹസിച്ചു. അമൃത ന്യൂസ്, ന്യൂഡൽഹി.